BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് യഥാർത്ഥത്തിൽ മോദി അധികാരത്തിൽ വരുന്നതിന് കാരണമായിരിക്കുന്നത് പോലും കേജ്രിവാൾ ഉൾപ്പെട്ട അല്ലെ ആ ഒരു പ്രക്ഷോഭമാണല്ലോ, അഴിമതി വിരുദ്ധ പ്രക്ഷോഭം. അതെ, അപ്പോൾ ആ പ്രക്ഷോഭത്തിലൂടെയാണ് മോദി യഥാർത്ഥത്തിൽ അധികാരത്തിലേറിയത്. പക്ഷേ അധികാരത്തിലേറിയ ശേഷം ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ എതിരാളിയായി വരുന്നു കേജ്രിവാൾ എന്നുള്ളൊരു യാഥാർത്ഥ്യം BJP മനസ്സിലാക്കുന്നു, മോദി മനസ്സിലാക്കുന്നു. അതെന്തുകൊണ്ടാണ്? രണ്ട് പാർട്ടികൾക്കും ഇടയിലുള്ള അകലം കുറവാണ്, അല്ലെങ്കിൽ രണ്ട് പാർട്ടികളുടെ നിലപാടുകൾ ഒരു തരത്തിൽ ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിലായാലും പൗരത്വ നിയമത്തിൻ്റെ വിഷയത്തിലായാലും കേജ്രിവാളിൻ്റെ നയം BJPക്ക് സമാനമാണ്. പലപ്പോഴും നമ്മൾ ആപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു അരാഷ്ട്രീയ പാർട്ടിയാണ്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല, അതേസമയം മൃദു ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കോൺഗ്രസിനേക്കാൾ അതേ രൂപത്തിൽ തന്നെ നന്നായി നേരിടാൻ കഴിഞ്ഞിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കാണ്. അതുകൊണ്ടാണ് കോമ്പറ്റീറ്റീവ് ഹിന്ദുത്വ എന്നൊക്കെ ഈ ആപ്പിൻ്റെ നിലപാടിനെ ചില രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നുണ്ട്.